അലിഫ് മുതൽ ഷീൻ വരെയുള്ള ഈ അക്ഷരങ്ങളോടൊപ്പം അലിഫ്, വാവ്, യാ ഈ അക്ഷരങ്ങളെ ചേർത്തി എഴുതുന്നത് നോക്കാം. ഹംസയോട് അലിഫ് ചേർത്തി എഴുതുമ്പോൾ ഹംസയുടെ ചിഹ്നം മാറ്റി മുകളിൽ മദ്ദ ഇടുകയാണ് വേണ്ടത്. എന്നാൽ ലമ്മയെ നീട്ടുന്ന വാവും കെസറയെ നീട്ടുന്ന യാവുമൊക്കെ സാധാരണ പോലെ തന്നെ എഴുതുക. ഹംസ തനിച്ചെഴുതുമ്പോൾ സാധാരണ അക്ഷരങ്ങൾ എഴുതും പോലെ തന്നെ അലിഫ്, വാവ്, യാ എന്നിവ എഴുതി കൊടുക്കണം. എന്നാൽ ഹംസയോട് കൂടെ ചേർത്തി എഴുതാൻ പാടില്ല. ബാ എന്ന അക്ഷരത്തോടു കൂടെ ചേർത്തി എഴുതാൻ പറ്റുന്ന അക്ഷരമായതുകൊണ്ട് ബാഇനോട് കൂടെ അലിഫ് ചേർത്തി എഴുതണം. വാവും യാവും അതുപോലെ തന്നെ ചേർത്തി എഴുതണം. ബ, ബു, ബി. ഇനി താ, സാ എന്നിവ ബാ പോലെ തന്നെയാണ്. അലിഫ്, വാവ്, യാ എന്നിവയെല്ലാം അതിനോടുകൂടി ചേർത്തി എഴുതാം. ത, തു, തി, സ, സു, സി. എന്നാൽ ജീമിനോട് കൂടെ ചേർത്തി എഴുതുമ്പോൾ ജീമിൻ്റെ തനിച്ചെഴുതുന്ന രൂപമല്ല എഴുതേണ്ടത്. ഇതുപോലെ ജീമ് തുടങ്ങി ശേഷം അലിഫ് താഴെ നിന്ന് മുകളിലേക്ക് ചേർത്തി എഴുതണം. വാവ്, യാ എന്നിവയെല്ലാം ഇതുപോലെ ചേർത്തി എഴുതുക. ജ, ജു, ജി, ഹ, ഹു, ഹി, ഖ, ഖു, ഖി. ദാലിനോട് കൂടെ ഒരക്ഷരവും ചേർത്തി എഴുതാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ അലിഫ്, വാവ്, യാ എന്നിവയെ നാം വിട്ട് ആണ് എഴുതിയിട്ടുള്ളത്. ദ, ദു, ദി. ദാലും അതുപോലെ തന്നെയാണ്, കൂട്ടി എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അലിഫ്, വാവ്, യാ എന്നിവ വിട്ടെഴുതി. റാ, സായ് ഈ അക്ഷരങ്ങളും ഇതുപോലെ ചേർത്തി എഴുതാൻ പറ്റാത്തവയാണ്. അതുകൊണ്ടാണ് ഇവയോടുകൂടെയൊന്നും അലിഫും വാവും യാവും ഒന്നും ചേർത്തി എഴുതാതിരിക്കുന്നത്. റാ, റൂ, രീ, സ, സു, സീ. ഇനി സീൻ. സീനും ഷീനും അതിനോട് കൂടെ ചേർത്തി എഴുതാൻ പറ്റുന്നവയാണ്. ഇവിടെ നോക്കേണ്ടത് സീനിൻ്റെ മൂന്നാമത്തെ കുനിപ്പ് ലൈനിൽ തന്നെ എഴുതി അലിഫ് ചേർത്തി എഴുതുകയാണ് വേണ്ടത്. ചേർത്തി എഴുതുന്ന സീനും ഷീനും 3 കുനിപ്പുകളും ലൈനിൽ തന്നെയാണ് വരേണ്ടത്. തനിച്ചെഴുതുന്ന സീനും ഷീനുമാണെങ്കിൽ അവസാനത്തെ കുനിപ്പ് ലൈനിൻ്റെ താഴോട്ടാണ് പോകേണ്ടത്.